A very good morning, dear students. We have already started the play Kelu, jointly written by N.C. Siddharan and E.P. Rajagopalan. And the play starts with a scene where Vidwan P. Kelu Nair Memorial Trust forms a meeting to discuss about the celebration of 50th Independence Day. They plan to stage a play on Kelu, and they decided that Balakrishna Nambiar, who is the biographer of Kelu, can write the play. And the next scene, we can see the writer's dilemma of writing the play. Here, Balakrishna Nambiar is not able to write the play. In order to clear his doubts, you can see Kelu Nair appearing on the stage. And this is an imagination of the writer himself. He thinks that Kelu Nair can answer his questions. Kelu Nair, as a character, enters the stage, and he says that he indirectly expresses his fire, his inner turmoil to the writer Balakrishna Nambiar. He says that he cannot put out the fire within himself. And Balakrishna also expresses his thoughts to the Kelu Nair and the audience as well. He says that each knowledge about Kelu Nair leads him to a mystery, and he feels frightened at the thought of limiting a legend's life. Kelu Nair is a great legend. Kelu Nair fears about that life of a legend. He is going to limit as a mere character, as a just character on the stage. To this, Kelu replies, "I was on stage from beginning to end. The green room beyond the stage, the soiled clothes discarded in the green room. Why go through it all again?" So Kelu Nair replies to Balakrishnan that he was on stage from beginning to end. And green room, what is green room? Room for പെർഫോമൻസ് ഇൻ ദ പ്ലേ. അവർക്കൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റൂമാണ്. അതൊരു സ്റ്റേജിൻ്റെ പിന്നോക്കമായിട്ട് ബിയോണ്ട് ദ സ്റ്റേജിലാണ് ഉണ്ടാകുക. അതിലായിരുന്നു ഞാൻ ഇത്രയും കാലം. കേളു സേസ് ദാറ്റ് ഞാൻ ഗ്രീൻ റൂമിലായിരുന്നു. ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് എൻ്റെത്. ദ സോയിൽഡ് ക്ലോത്ത്സ് ഡിസ്കാർഡഡ് ഇൻ ദ ഗ്രീൻ റൂം. ഹി സേസ് ദാറ്റ് ഹിസ് സിറ്റുവേഷൻ ഈസ് ലൈക്ക് എ സോയിൽഡ് ക്ലോത്ത്സ് ഡിസ്കാർഡഡ്. അതിനുവേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിട്ട് അതിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അയാളുടെ ഒരു അവസ്ഥ. വൈ ഗോ ത്രൂ ഇറ്റ് ഓൾ അഗെയിൻ? എന്തിന് പിന്നെയും അതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇറ്റ് ഹാപ്പൻഡ്, സോ വി കനോട്ട് ചേഞ്ച് ഇറ്റ്. ബാലകൃഷ്ണൻ റിപ്ലൈസ്, യെസ്, വൺ ഹൂ ഹെൽപ്ഡ് കൺസ്ട്രക്ട് ഹിസ്റ്ററി ഓപ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ദ നോട്ട് ഓഫ് ഡെത്ത് കംസ് ടു നെസ്റ്റ് ഓൺ ദ വെരി ടങ് ദാറ്റ് സാങ് ഓഫ് ഫ്രീഡം. ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. യെസ്, ആ ഒരു ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്ത ആളായിരുന്നു കേളു. He had helped to construct the history of Kerala, but he chose to be out of it. കേളു നായർ അതിൽ നിൽക്കാൻ താല്പര്യമില്ല. ഹിസ്റ്ററിയിൽ അയാളൊരു വലിയ ആളായി നിൽക്കാൻ അയാൾ താല്പര്യപ്പെടുന്നില്ല. ഹി ചൂസ് ടു സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദി ഹിസ്റ്ററി. ദ നോട്ട് ഓഫ് ഡെത്ത് കംസ് ടു നെസ്റ്റ് ഓൺ ദ വെരി ടങ് ദറ്റ് സാങ് ഓഫ് ഫ്രീഡം. മരണം, നോട്ട്സ് ഓഫ് ഡെത്ത് മീൻസ് മരണം. ആരുടെ നെസ്റ്റിലാണ് വന്നത്? ദ വെരി ടങ് ദറ്റ് സാങ് ഓഫ് ഫ്രീഡം. ഈ കേളു നായർ എന്ന് പറയുന്ന ഒരുപാട് പോയംസ് എഴുതിയിട്ടുണ്ട് ഫ്രീഡത്തിനെ കുറിച്ച്. അങ്ങനെയുള്ള ഒരാളെ അടുത്താണോ മരണം വന്നത്? ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. സോ ഹിയർ ബാലകൃഷ്ണൻ സേസ് ദാറ്റ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. മരണം ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് വരിക, എങ്ങനെയുള്ള ഇപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി പോയംസൊക്കെ എഴുതി അയാളെ അടുത്താണ് മരണം വരുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. Kelu, in life I never saw myself as an individual. The moment I had to, I dropped the curtain. Today, when I look back, all that I can take in as my own is the contradiction between the person and the act. It would be best if you make the contradiction the mold for your play, Balakrishnan. The rest is there in history after all. So Kelu Nair says that in his life, he has never seen himself, താൻ എന്ന വ്യക്തിയായി ഒരിക്കലും കണ്ടിരുന്നില്ല. അങ്ങനെ ഒരു കണ്ട നിമിഷം അയാളുടെ ലൈഫ്
അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചു. ഡ്രോപ്പ് ദ കേർട്ടൻ മീൻസ് ഹി ഹാസ് എൻഡഡ് ദ ലൈഫ്. ടുഡേ വെൻ ഐ ലുക്ക് ബാക്ക്, ഇന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ, എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റേതായ എനിക്ക് സ്വന്തമായി പറയാനുള്ളത് ദ കോൺട്രാഡിക്ഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ദ ആക്ട്. കേളു നായർ പറയുകയാണ്, തനിക്കിപ്പം സ്വന്തമായിട്ടുള്ളത് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഇത് എന്ന് പറയാനുള്ളത് തൻ്റെ പ്രവൃത്തിയും താൻ എന്ന വ്യക്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അപ്പം ബാലകൃഷ്ണനോട് പറയാണ്, ഈ വൈരുദ്ധ്യം തന്നെ നിൻ്റെ പ്ലേയിൽ, നീ എഴുതാൻ പോകുന്ന നാടകത്തിൽ രൂപീകരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ബാക്കിയൊക്കെ ഹിസ്റ്ററിയിലുണ്ടല്ലോ. ഈ കോൺട്രാഡിക്ഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പ്ലേ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെസ്റ്റ്. ബാലകൃഷ്ണൻ, I too long to write more or less along those lines. Mine will not be a historical play, but neither will it keep history out. So ബാലകൃഷ്ണന് അതിന് മറുപടി പറയാൻ, ഞാനും അങ്ങനെയൊക്കെയാണ്, ഏകദേശം കേളു നായർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഞാൻ അതിൻ്റെ വരികളിലൂടെ തന്നെയാണ് നാടകം എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റേത് ഹിസ്റ്റോറിക്കൽ പ്ലേ ആയിരിക്കില്ല, പൂർണ്ണമായിട്ടുള്ള ഒരു ചരിത്രപരമായ ഒരു നാടകമായിരിക്കില്ല. അത് വിചാരിച്ച് ഹിസ്റ്ററീനെ ഞാൻ മൊത്തത്തിൽ ഒഴിവാക്കുകയില്ല, കുറച്ച് ഹിസ്റ്ററിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എൻ്റെ നാടകം ഞാൻ എഴുതുന്നുണ്ടാകുക. കേളു, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിദ്വാൻ പി കേളു നായർ ആൻഡ് കേളു. ബാലകൃഷ്ണൻ, യു അറ്റംപ്റ്റ് ടു മെഷർ ഇറ്റ് 70 years this side. I collapsed the moment I began to measure. Oh. So Kelu Nair says that, you are trying to measure the distance between Vidwan P. Kelu Nair and Kelu after 70 years. 70 years ഇപ്പുറം നീ ഈ നിമിഷമാണോ വിദ്വാൻ പി കേളു നായരും കേളു എന്ന വ്യക്തിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ഏത് നിമിഷമാണോ അളക്കാൻ തുടങ്ങിയത്, ഞാൻ ആ നിമിഷം തന്നെ തകർന്നുപോയി. I have collapsed the moment when I tried to measure my personal identity with the social identity. Balakrishnan, now that you look back, do you regret it? So, ഈ നിമിഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ do you regret it? നിങ്ങൾ ഖേദിക്കുന്നുണ്ടോ? കേളു, not in the least. I had the satisfaction of fulfilling my life's purpose through my actions. The roles I played, the songs I sang, none of them were for my pleasure alone. A coronation is always for the country, not for the king. So Kelu says that he does not regret at all. He had fully satisfied with his life. അയാളെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ടായിരുന്നു, ഒരാശയമുണ്ടായിരുന്നു. അത് അയാളുടെ ആക്ഷൻസിലൂടെ അയാൾ നിറവേറ്റു. ദ റോൾസ് ഐ പ്ലേഡ്, അയാൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും, പിന്നെ അയാൾ ഒരുപാട് പോയംസ് എഴുതി, നാടകങ്ങൾ ചെയ്ത്, എല്ലാം അയാൾക്ക് വേണ്ടിയല്ലായിരുന്നു, അയാളെ പ്ലഷറിന് വേണ്ടിയിട്ട്, അയാളെ സ്വന്തം പ്ലഷറിന് വേണ്ടിയിട്ടല്ലായിരുന്നു. എ കോറനേഷൻ ഈസ് ഓൾവേസ് ഫോർ ദ കൺട്രി, നോട്ട് ഫോർ ദ കിങ്. സോ ഈ കിരീടധാരണം, പട്ടാഭിഷേകം എന്ന് പറയുന്നത് എപ്പോഴും രാജ്യത്തിന് വേണ്ടിയായിരിക്കണം, രാജാവിന് വേണ്ടിയിട്ടായിരിക്കരുത്. സോ ഹി സേസ് ദാറ്റ് ഹി ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ഫോർ ദ സോഷ്യൽ പേർപ്പസ്. തൻ്റെ സ്വന്തം വ്യക്തിപരമായ കാര്യത്തിന് ഒരിക്കലും അയാൾ ലൈഫ് ഒന്നും തന്നെ നോക്കിയിട്ടില്ല. അയാൾ ജീവിച്ച കാലം മുഴുവനും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അയാൾ കാര്യമായി, അയാളെ ആക്ഷൻസൊക്കെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അയാളെ പോയംസ് ആയാലും അയാളെല്ലാ നാടകങ്ങളായാലും എന്തും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. സോ ഹി ഡസ് നോട്ട് റിഗ്രറ്റ് ഇറ്റ്. അതിന് വേണ്ടിയിട്ട് അയാൾ ഒരിക്കലും ഖേദിച്ചിട്ടില്ല. ബാലകൃഷ്ണൻ, ദെൻ വൈ ഓൺ ദറ്റ് കേഴ്സ്ഡ് നൈറ്റ് ഇൻ മേഡം വാട്ട് ഹാപ്പൻഡ് ദറ്റ് യു ഫോർഗെറ്റ് യുവർ സെൽഫ്, ഫോർഗെറ്റ് യുവർ ഹോം, യുവർ ലാൻഡ്, എംബ്രേസ്ഡ് ഡെത്ത്? സോ പിന്നെ എന്തുകൊണ്ടാണ് എ കേഴ്സ്ഡ് നൈറ്റ്, ആ ശപിക്കപ്പെട്ട രാത്രി, മേഡം മീൻസ് മേഡം, മലയാള മാസം മേഡം അറിയാലോ, ഇറ്റ്സ് ഓൺ April 16 to May 15. ഇംഗ്ലീഷ് മാസം വരുവാണെങ്കിൽ April 16 മുതൽ May 15 വരെ ഉള്ളതാണ് ഈ മേടമാസം. ആ ഒരു
ശപിക്കപ്പെട്ട രാത്രി എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? അന്നത്തെ രാത്രി എന്ത് സംഭവിച്ചു? നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോയി. നിങ്ങളെ വീടിനെ മറന്നു. യു ഫോർഗറ്റ് യുവർ ഹോം, യുവർ ലാൻഡ്. നാടിനെ മറന്നു, എല്ലാം മറന്ന്. എന്തിനെ? മരണത്തെ സ്വയം സ്വീകരിച്ചു, സ്വയം പുണർന്നു. വാട്ട് ഇസ് ദ റീസൺ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ബാലകൃഷ്ണൻ. ഇത്രയൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടും ജീവിതം ആലോചിക്കുമ്പോൾ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മരണത്തെ പുണർന്നത്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഹേർട്സ് കേളു നായർ. ഇത് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. കേളു നായർ ഡിസപ്പിയേഴ്സ്. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേക്ക് മെല്ലെ മാഞ്ഞു പോവുകയാണ്. അയാൾ ബാക്ക് കർട്ടനിലൂടെ മെല്ലെ മാഞ്ഞു പോവുകയാണ്. നോട്ട് ആൻസറിങ്. അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. യെറ്റ് വിസിബിളി അപ്സെറ്റ് ബൈ ദ ക്വസ്റ്റ്യൻ. ഹി വാസ് അപ്സെറ്റ്. അയാൾ വിഷമിതനായിട്ടാണ് അയാളുടെ മുഖത്ത് അത് പ്രകടമാകുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ അയാളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ബാലകൃഷ്ണൻ sits down. The freedom struggle, his words and actions that had the power of fire. സ്വാതന്ത്ര്യ സമരം, അയാളുടെ വാക്കുകൾ, അയാളുടെ ആക്ഷൻസ് ദാറ്റ് ഹാഡ് ദ പവർ ഓഫ് ഫയർ. അയാളെല്ലാം ചെയ്തത് നല്ല പവർ, നല്ല സ്ട്രെങ്ത്തോടു കൂടിയാണ് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇറ്റ് ഹാഡ് ദ പവർ ഓഫ് ഫയർ. നല്ല അഗ്നിയുടെ ശക്തി ഉണ്ടായിരുന്നു അയാളെ വാക്കുകളിലായാലും അയാളെ പ്രവൃത്തികളിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ട്? വൈ? ആ ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നു. ദ ലൈറ്റ് ഡിംസ്. we can see the some small dots between the bracket. അത് മീൻസ് more time has passed away. അങ്ങനെ ഒരുപാട് സമയം കടന്നുപോയി. ബാലകൃഷ്ണൻ ഗോസ് ഓൺ റൈറ്റിംഗ്. അങ്ങനെ ലൈറ്റ്സ് ഡിമ്മായി. പിന്നെ നെക്സ്റ്റ് സീനിൽ ലൈറ്റ്സ് കം ഓൺ ഇൻ ബാലകൃഷ്ണൻ നമ്പ്യാർ സ്റ്റഡി. പിന്നെയും അടുത്ത സീനും വരുന്നത് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ സ്റ്റഡിയിൽ തന്നെയാണ്. ഹി ലുക്സ് മോർ ആജിറ്റേറ്റഡ് ദാൻ ബിഫോർ. വാട്ട് ഈസ് ആജിറ്റേറ്റഡ്? ഹി ലുക്സ് മോർ കൺഫ്യൂസ്ഡ്, ഡിസ്റ്റർബ്ഡ്. ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെയാണ് അയാളെ പിന്നെയും കാണുന്നത്. ബാലകൃഷ്ണ ടു ഹിംസെൽഫ്. കേളു നായർ ഇവിടെ സൊലിലോക്കിയാണ്, ആത്മകഥമാണ്. ബാലകൃഷ്ണൻ തന്നോട് തന്നെ സംസാരിക്കുകയാണ്. കേളു നായർ is no one to me, neither was he some extraordinary being. Yet that life is turning into a crisis I cannot overcome. Will I have to give up this writing halfway? A failed playwright to write about a successful one? Will this be the honor awaiting me? It is as though some guru's curse is upon me. I can't. Light dims. സോ ഇവിടെ ബാലകൃഷ്ണൻ നായർ തന്നോട് തന്നെ സംസാരിക്കുകയാണ്. ആരാണ് കേളു നായർ? എനിക്കുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ആരുമല്ല. നെയ്തർ വാസ് ഹി സം എക്സ്ട്രോർഡിനറി ബീയിങ്. എക്സ്ട്രോർഡിനറി മീൻസ് അമാനുഷികമായ ഒരു കഴിവുമില്ലാത്ത ഒരാളാണ്. ഹീ ഈസ് എ നോർമൽ പേഴ്സൺ. യെറ്റ് ദറ്റ് ലൈഫ് ഈസ് ടേണിങ് ഇൻ ടു ക്രൈസിസ് ഐ കനോട്ട് ഓവർകം. പക്ഷെ അയാളുടെ ജീവിതം ഒരു പ്രതിസന്ധിയിൽ വരികയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് മറികടക്കാനാവുന്നില്ല. ഐ കനോട്ട് ഓവർകം ദിസ് ക്രൈസിസ്. വിൽ ഐ ഹാവ് ടു ഗിവ് അപ്പ് ദിസ് റൈറ്റിംഗ് ഹാഫ് വേ? ഞാനിങ്ങനെ പകുതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വരുമോ? വിൽ ദിസ് ബി ആൻ ഓണർ? എ ഫെയിൽഡ് പ്ലേ റൈറ്റ് ടു റൈറ്റ് അബൌട്ട് എ സക്സസ്ഫുൾ വൺ. ഞാനൊരു നാടകകൃതിയായിട്ട് ഞാനൊരു ഫെയിലിയറാണ്. ഐ കനോട്ട് കംപ്ലീറ്റ് ദിസ് പ്ലേ. ഐ ഫീൽ ഐ ആം എ ഫെയിലിയർ. ബട്ട് ഞാനൊരു തോറ്റുപോയ ഒരാൾ സക്സസ്ഫുൾ ആയ ഒരാളെക്കുറിച്ച് എഴുതാനാണോ എൻ്റെ വിധി? ഇങ്ങനെയാണോ എനിക്ക് ആദരവ് കിട്ടുന്നത്? ഈസ് ദിസ് ദ ഓണർ അവൈറ്റിംഗ് മീ? ഇതാണോ എനിക്ക് കിട്ടാൻ പോകുന്ന ആദരവ്? ഇറ്റ് ഈസ് ആസ് ദോ സം ഗുരൂസ് കേഴ്സ് ഈസ് അപ്പോൺ മീ. ഇതൊക്കെ കാണുമ്പോൾ ഐ തിങ്ക് ഐ ഹാവ് സം ഗുരൂസ് കേഴ്സ് അപ്പോൺ മീ. എനിക്ക് ഏതോ ഒരു ഗുരുയുടെ ശാപം കിട്ടിയ പോലെ ഉണ്ട്. ഐ കനോട്ട് ഏബിൾ ടു റൈറ്റ്. ലൈറ്റ് ഡീംസ്. ഇവിടെയോടെ ആ സീൻ അവസാനിപ്പിക്കുകയാണ്. എ മ്യൂട്ടഡ് rendering of lines from P. Kuniraman Nayar's Kaliyachan can be heard in the background. Never can I join my troupe again, never act again in tune with them. Bitter now the charming smiling roles I did.
My memory is ravaged by my guru's fierce curse. So, when Balakrishna Nambiar remembers about the guru, you can hear muted rendering means പി കുഞ്ഞിരാമൻ നായരുടെ കളിയാച്ചൻ എന്ന പോയത്തിൽ നിന്ന് ചില വരികൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കാം, ആവിഷ്കരിക്കുകയാണ്. മ്യൂട്ടഡ് റെൻഡറിങ് ഓഫ് ലൈൻസ് ഫ്രം പി കുഞ്ഞിരാമൻ നായർ കല്യാച്ചൻ ക്യാൻ ബി ഹേർഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. സോ ആ ലൈൻസിലൊക്കെ ഗുരുവിടെ ശാപം കിട്ടി എന്നാണല്ലോ ബാലകൃഷ്ണൻ പറയുന്നത്. അയാളുടെ അവസ്ഥ കാണുമ്പോൾ അയാൾക്ക് ഏതോ ഒരു ഗുരുവിൻ്റെ ശാപം കിട്ടിയ പോലെ എന്ന് പറയുന്നുണ്ട്. സോ അതിനനുബന്ധമായിട്ട് തന്നെ കുഞ്ഞിരാമൻ നായരുടെ പോയം കളിയാച്ചലിന് ഏകദേശം ആ തീം വരുന്ന ചില വരികളാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. എനിക്ക് ഇനിയും നെവർ ക്യാൻ ഐ ജോയിൻ മൈ ട്രൂപ്പ് അഗെയിൻ. എനിക്ക് എൻ്റെ ട്രൂപ്പിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലേ? ട്രൂപ്പ് മീൻസ് നാടക ട്രൂപ്പിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂലേ? എനിക്ക് അതേപോലെ അവരെ പോലെ തന്നെ എനിക്ക് അവരെ ട്യൂണിനനുസരിച്ച് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റൂലേ? ദ ചാമിങ് സ്മൈലിംഗ് റോൾസ്, അന്നേരമൊക്കെ നല്ല ചാമിങ് ആയിരുന്ന നല്ലൊരു കഥാപാത്രങ്ങളൊക്കെ ഞാൻ അന്നേരം ചെയ്തത് ഇപ്പം എനിക്ക് കഴപ്പായിട്ടാണ് അനുഭവപ്പെടുന്നത്. മൈ മെമ്മറി ഈസ് റാവേജ്ഡ് ബൈ മൈ ഗുരൂസ് ഫിയേഴ്സ് കേഴ്സ്. സോ എൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പോലെ, ക്ഷയം ബാധിച്ചതുപോലെയാണുള്ളത്. എന്തുകൊണ്ട്? ബൈ മൈ ഗുരൂസ് ഫിയേഴ്സ് കേഴ്സ്, എൻ്റെ ഗുരുവിൻ്റെ ഉഗ്രകോപത്താൽ ശാപം കൈവരിച്ച പോലെയാണ് എൻ്റെ അവസ്ഥ. സോ ഇവിടെ ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ഒരവസ്ഥ ഈ പോയത്തിൻ്റെ വരികളിലൂടെ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് മെല്ലെ ആവിഷ്കരിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ നിർത്താം. നെക്സ്റ്റ് ബാക്കിയുള്ള പ്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നിങ്ങൾക്ക് എന്തായാലും ഫുള്ളായിട്ട് കേൾക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.